പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹത്തിന് അരികിൽ ഒരു അല്പസമയം ഇരിക്കലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഊർജ്ജം എന്താണ് ഈ കൊടും ചൂടിനെ വെല്ലാൻ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? അവർക്കൊരു MLA കൂടി ഉണ്ടെങ്കിൽ ഈ മണ്ഡലത്തെ ഞങ്ങൾ വികസനത്തിൻ്റെ പൂമഴ സൃഷ്ടിക്കും. 3 മാസം കൊണ്ട് 700 കോടിയുടെ വികസന പദ്ധതികൾ ഞങ്ങൾ ഈ പാലക്കാട് നടപ്പിലാക്കും. ഇതാണ് ഞങ്ങൾ വോട്ടർമാരോട് പറഞ്ഞിട്ടുള്ളത്. ആ കർമ്മ ന്യൂസ് നടത്തിയ സർവേയിൽ 1ാം സ്ഥാനത്താണ് ശ്രീ ശോഭാ സുരേന്ദ്രൻ എത്തിപ്പെട്ടിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരള രാഷ്ട്രീയത്തിലെ ശക്തമായ വനിത ആരെന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നതിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള എല്ലാ മനുഷ്യരും കേരളത്തിലുള്ളവർ തുറന്നു പറയും. തെക്കായാലും വടക്കായാലും കേരളത്തിൽ എവിടെ നിന്നാലും നിയമസഭയിലായാലും ലോകസഭയിലായാലും മത്സരിക്കാൻ തയ്യാറുള്ള ഒരേ ഒരു വനിതാ നേതാവ്. വർഷക്കണക്കിന് സമയങ്ങളിൽ ഈ നിയമസഭയിലും ലോകസഭയിലും ഒക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം ഓരോ തവണയും കൂട്ടുന്ന നേതാവ്. ഏത് മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ, BJP പ്രവർത്തകരും NDA പ്രവർത്തകരും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് വരണം ശോഭാ സുരേന്ദ്രൻ എന്ന് ആവശ്യപ്പെടുന്ന വനിതാ നേതാവ്. ആ വനിതാ നേതാവാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ ചരിത്രം തിരുത്തി കുറിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് ഈ ശോഭാ സുരേന്ദ്രന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇത്രയും ദിവസത്തെ പ്രവർത്തനം കൊണ്ട് ഈ മണ്ഡലത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത്? വലിയ ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കാണാൻ സാധിക്കുകയാണ്. എന്നോടൊപ്പം വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും വരുന്നത് 25 കൊല്ലം മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള 7 വർഷം മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീമതി പ്രമിള ശശിധരനാണ്. വഴിയരികിലെല്ലാം തന്നെ ഞങ്ങൾ കാണുന്നത് വലിയ ഒരു സ്ത്രീകളുടെ കൂട്ടം ഞങ്ങളെ കാത്തു നിൽക്കുന്നതാണ്. എൻ്റെ കൂട്ടത്തിൽ BDJSൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് SNDPയുടെ ചുമതലക്കാരായിട്ടുള്ള BDJSൻ്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ 2020യുടെ ശ്രീമാൻ സാബുവിൻ്റെ അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും, ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞങ്ങളുടെ കരുത്തരായിട്ടുള്ള നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷന്മാർ, ഇങ്ങനെ പാർട്ടി എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ ബാലഗോകുലം മുതൽ അങ്ങേയറ്റം ക്ഷേത്ര സംരക്ഷണ സമിതിയും വിചാരകേന്ദ്രവും ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും സാന്നിധ്യമായിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ച ഈ പാലക്കാടിൻ്റെ മണ്ണിൽ കാണുകയാണ്. C ക്ലാസ് കോൺസ്റ്റിറ്റ്യുവൻസിയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ A ക്ലാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എത്തിക്കാൻ സാധിച്ച, കേരള രാഷ്ട്രീയത്തിൽ ഒരു 30 കൊല്ലം പ്രവർത്തിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രസ്ഥാനത്തിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ. ഒരു കുടിലിൽ നിന്ന് കഷ്ടപ്പെട്ട് കഠിനപ്രയത്നം ചെയ്ത് കയറി വന്നിട്ടുള്ള ഒരു സ്ത്രീക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയിൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഇരിക്കാനും, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുടെ കൈയൊന്ന് തൊടാനും, അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ പോകാനും ഒക്കെ അവസരം തരുന്ന വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇന്ത്യയിൽ? അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് എനിക്ക് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് മുന്നിൽ നിൽക്കാൻ സാധിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹത്തിന് അരികിൽ ഒരു അല്പസമയം ഇരിക്കലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഊർജ്ജം എന്താണ് ഈ കൊടും ചൂടിനെ വെല്ലാൻ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? അപ്പോൾ അതിനെ സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ടുകൊണ്ട് വെറും 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല ശോഭ നിയമസഭയിൽ പോകുന്നത്. ഞാൻ ഇവിടുത്തെ അമ്മമാരോടും സഹോദരന്മാരോടും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കഴിഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിലെ ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈവൻ ഒരു കളിക്കളം നിർമ്മിക്കാൻ 300 കോടി രൂപ വേണമെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാക്കി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകളുമായി കൈപിടിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടാണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അവർ അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് മുൻ ചെയർപേഴ്സൻ്റെ ഉണ്ട്, ഇപ്പോഴത്തെ ചെയർമാൻ അതിൻ്റെ മുന്നിൽ ഓടുകയാണ്. അവർക്കൊരു MLA കൂടി ഉണ്ടെങ്കിൽ ഈ മണ്ഡലത്തെ ഞങ്ങൾ വികസനത്തിൻ്റെ പൂമഴ സൃഷ്ടിക്കും. 3 മാസം കൊണ്ട് 700 കോടിയുടെ വികസന പദ്ധതികൾ ഞങ്ങൾ ഈ പാലക്കാട് നടപ്പിലാക്കും. ഇതാണ് ഞങ്ങൾ വോട്ടർമാരോട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ സർവേ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു സർവേ കർമ്മ ന്യൂസ് നടത്തുകയുണ്ടായി. ആ കർമ്മ ന്യൂസ് നടത്തിയ സർവേയിൽ 1ാം സ്ഥാനത്താണ് ശ്രീ ശോഭാ സുരേന്ദ്രൻ എത്തിപ്പെട്ടിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിറങ്ങി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ നിയോജകമണ്ഡലത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഒരിക്കൽ പോലും BJPയുടെ കൊടി പിടിക്കാത്ത, ഒരിക്കൽ പോലും BJPയുടെ ഒരു യോഗം കാണാനോ കേൾക്കാനോ വരാത്ത, ഒരിക്കൽ പോലും BJPയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ചായ തരാത്ത അങ്ങനെയുള്ള വീടുകളിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. രാത്രി 2 മണിക്ക് വന്ന് കിടക്കുക, വീണ്ടും രാവിലെ 6:30 മണിക്കും 7 മണിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുക. ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കാണാൻ വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് വരികയാണ്, ഇവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറയാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കണ്ണ് മിഴിയുന്നില്ല. എന്താ കാരണം? കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. 2 മണിക്ക് ഉറങ്ങിയാൽ രാവിലെ എല്ലാം റെഡിയായിട്ട് 6 മണിക്ക് വീണ്ടും ഇറങ്ങുക. എന്തുകൊണ്ടാണ്?
കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വീടുകൾക്കകത്തിരിക്കുന്ന അമ്മമാരും സ്ത്രീകളും വരെ അവരുടെ ശോഭയെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മാറ്റപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. നല്ല രീതിയിലുള്ള വിജയം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ പാലക്കാട്ടിലെ ചൂടിൽ നിന്നും ഇലക്ഷൻ ചൂടാണ്. ഈ ഇലക്ഷൻ്റെ വിജയം അവസാന ലാപ്പ് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു റെക്കോർഡോടുകൂടി ശോഭാ സുരേന്ദ്രൻ ഈ പാലക്കാട് നിന്ന് ജയിച്ചു വരുമെന്നാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടിലെ ഓരോ പ്രവർത്തകർ ഓരോ സ്ഥലത്ത് നിന്നെല്ലുമ്പോഴും ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അങ്ങനെയാണ് അറിയുന്നത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.